എൻ്റെ സ്വന്തം മാളുട്ടിക്ക് ഭാഗം 9. ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാൻ ടീച്ചറമ്മേ. മാലതി ടീച്ചർ അവളെ നോക്കി വീണ്ടും ഒരു പുഞ്ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് അതിനനുവാദം നൽകി. പിന്നെ ഒട്ടും താമസിപ്പിക്കാതെ അശ്വതി ഒരു ഓട്ടമായിരുന്നു വാഷ്റൂമിലേക്ക്. ആ കാഴ്ച കണ്ടപ്പോൾ മാലതി ടീച്ചറും മാളുട്ടിയും പൊട്ടിച്ചിരിച്ചിരുന്നു പോയി. പിന്നെ മാളുട്ടിയോട് ഒരു ചോദ്യമായിരുന്നു. അശ്വതി ആൻറ്റിയെ മാളുട്ടിക്ക് ഒത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഒത്തിരി കുറേ ഇഷ്ടാ ഈ മാളൂന്. ആണോ? എന്നാ പിന്നെ അശ്വതി ആൻറ്റിയെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ? ആൻറ്റി വരുമോ ടീച്ചർ മുത്തശ്ശിയെ? കുഞ്ഞിക്കണ്ണുകൾ തുറന്നു പിടിച്ചവൾ ഉത്കണ്ഠയോടെ ടീച്ചറമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാന്നേ. മാളുട്ടി ഈ ടീച്ചർ മുത്തശ്ശിയുടെ കൂടെ നിൽക്കില്ലേ? എന്ന് കുണുങ്ങിക്കൊണ്ട് അവൾ തലയാട്ടി കൊടുത്തപ്പോൾ മാലതി ടീച്ചറുടെ മുഖത്തും മനസ്സിലും ചില തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഗൗരവം നിറഞ്ഞു വരികയായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥും അവിടേക്ക് കയറി വന്നു. താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് അണിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്ന അശ്വതിയെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൻ കണ്ണെടുക്കാതെ ഒരു നിമിഷം അവളെ നോക്കി നിൽക്കുന്നതിനിടയിലാണ് ടീച്ചറമ്മ അവനെ ഉണർത്താൻ ചില ശബ്ദങ്ങളപ്പോൾ പുറപ്പെടുവിച്ചത്. അത് കേട്ടതും സിദ്ധു ഉണർന്നെന്ന പോലെ മാളുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കി പുഞ്ചിരിച്ചു. അല്പം മുമ്പ് ഡോക്ടർ ഇവിടെ റൗണ്ട്സിന് വന്നിരുന്നു. മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും പറഞ്ഞു. ആ സ്ഥിതിക്ക് അശ്വതിയെ ഇനി വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതല്ലേ നല്ലത്? ടീച്ചറമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ സിദ്ധുവും അശ്വതിയും പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി. എന്താ സിദ്ധു, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? കേട്ടമ്മേ, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാ പിന്നെ ഇനിയും നിന്ന് സമയം വൈകിപ്പിക്കണ്ട. നീ ആ കുട്ടിയെ വീട് വരെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വാ. പെട്ടെന്ന് അത് കേട്ടപ്പോൾ മാളുട്ടിയുടെ ബെഡിനരികിൽ നിന്നും ഒരു ആശ്ചര്യത്തോടെയാണ് അവൻ എഴുന്നേറ്റ് നിന്നത്. ഞാനോ? അതെ, നീ തന്നെ. നമ്മുടെ മാളുട്ടിക്ക് വേണ്ടി ആ കുട്ടി ഇന്നലെ മുതൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതല്ലേ. ആ കുട്ടിയുടെ വീട്ടുകാരും പേടിച്ചിട്ടുണ്ടാകും. ഇനിയും അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലടാ. ചെല്ല് സിദ്ധു. അയ്യോ, അതൊന്നും വേണ്ട ടീച്ചറമ്മേ. ഞാൻ തനിച്ച് പൊയ്ക്കോളാം. വെറുതെ എന്തിനാ സാറിനെ ബുദ്ധിമുട്ടിക്കുന്നത്? അശ്വതി ഒരൽപ്പം പതിഞ്ഞ സ്വരത്തോടെയാണത് പറഞ്ഞു തീർത്തത്. ബുദ്ധിമുട്ടോ? അവനെന്ത് ബുദ്ധിമുട്ട്? മോളെ വീട് വരെ സുരക്ഷിതമായി എത്തിക്കേണ്ടത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. കൃത്യസമയത്ത് മാളുട്ടിയെ മോളിവിടെ എത്തിച്ചത് കാരണം കൊണ്ടല്ലേ വലിയൊരു ആപത്ത് ഒഴിവായി കിട്ടിയത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. സംസാരത്തിനിടയിൽ മാലതി ടീച്ചറുടെ ശബ്ദം ചെറുതായെന്ന് ഇടറിയപ്പോൾ അശ്വതി അവരുടെ അടുത്തേക്ക് വന്നു നിന്നു. എന്തിനാ ടീച്ചറമ്മേ നന്ദിയൊക്കെ പറയുന്നത്? അതിന് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. മാളുട്ടിക്ക് ഒരാപത്തും സംഭവിക്കരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ എൻ്റെ മനസ്സും അറിയാതെ. പിന്നീടൊന്നും പറയാൻ അവളുടെ നാവുകൾക്ക് കഴിഞ്ഞില്ല. ഒരു നിമിഷത്തേക്ക് അവിടമാകെ നിശബ്ദതയിലാണ്ടു. ടീച്ചറമ്മ പറഞ്ഞതുപോലെ ഇനിയും താൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തീരുമാനിച്ചുകൊണ്ടവൾ മാളുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തുടുത്ത കുഞ്ഞിക്കവളിൽ ഒരു ചുംബനം കൊടുത്തു. ആൻറ്റി പോവാണ് കേട്ടോ. എൻ്റെ മാളുട്ടി ഇനി നല്ല കുട്ടിയായി കുറുമ്പൊന്നും കാണിക്കാതെ മരുന്നും ആഹാരം ഒക്കെ കൃത്യമായി കഴിച്ച് നല്ല മിടുക്കി കുട്ടിയാകണം. കേട്ടല്ലോ? അവൾ അനുസരണയോടൊന്ന് തലയാട്ടി. ആൻറ്റി ഇനി മാളുട്ടിയോട് പിണങ്ങത്തില്ലല്ലോ? ഒരിക്കലും ഞാൻ ഇനി മാളുട്ടിയോട് പിണങ്ങില്ല. സത്യം? തൻ്റെ കുഞ്ഞിക്കൈ അശ്വതിയുടെ നേർക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. സത്യം. അശ്വതിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മനസ്സിലും അതുവരെ മൂടിക്കെട്ടിയ ചില മഴക്കാറുകളെല്ലാം പെയ്തൊഴിയുന്നത് പോലെ അവൻ അനുഭവപ്പെടുകയായിരുന്നു. മാളുവിനോടും ടീച്ചറമ്മയോടും യാത്ര പറഞ്ഞവർ ഹോസ്പിറ്റലിന് വെളിയിലേക്ക് ഇറങ്ങി. സിദ്ധാർത്ഥ് സാറിനൊപ്പം പോകാൻ നേരിയൊരു ഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ടീച്ചറമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ഒരു നെടുവീർപ്പിട്ടു. അവന് പിറകെ അനുഗമിച്ച് നടക്കാൻ ശ്രമിച്ചു. തൽക്കാലം നീ ഇവിടെ നിന്നാ മതി. വണ്ടി ഞാൻ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുമായി ഞാൻ ഇവിടേക്ക് വരാം. മുഖത്തെ ഗൗരവം പൂർണ്ണമായി നീക്കിക്കളയാതെ അവനത് പറഞ്ഞപ്പോൾ അശ്വതി അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ അവനോടൊന്ന് തലയാട്ടി കൊടുത്തു. വണ്ടി എടുക്കാനായി പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോകുന്ന സിദ്ധാർത്ഥിനെ നോക്കിയവൾ അവിടെ നിൽപ്പുറപ്പിച്ചു. എന്തൊരു ഗൗരവം മുഖത്ത്. ഇത് ശരിക്കുള്ളതാണോ അതോ വെറുതെ ഇങ്ങനെ മുഖം കയറ്റിപ്പിടിച്ച് നടക്കുവാണോ?
സംശയങ്ങളെല്ലാം മനസ്സിലിട്ടവൾ ചിന്തിച്ചു തീരുന്നതിനു മുൻപേ വണ്ടിയുമായി സിദ്ധാർത്ഥ അവൾക്കരികിലേക്ക് വന്നു നിന്നു. പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന സിദ്ധാർത്ഥിനെയും വണ്ടിയെയും അവൾ ആശ്ചര്യത്തോടെയാണ് ഒന്ന് നോക്കിയത്. അതിനുശേഷം അവൻ്റെ പിറകിലേക്ക് അവൾ നോട്ടം എത്തിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധുവും സംശയത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? താൻ കയറുന്നില്ലേ? അല്ല, അത് പിന്നെ സാറിൻ്റെ കാറോ? ഓ, താൻ കാറിൽ മാത്രമേ പോകാറുള്ളൂ? ബൈക്കിൽ കയറാൻ തനിക്കറിയില്ലേ? അറിയാം, പക്ഷേ കാറിലാണെന്ന് കരുതിയാ ഞാൻ. അപ്പോൾ താൻ കാറുണ്ടെങ്കിലേ എൻ്റെ കൂടെ വരുള്ളൂ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ താൻ എന്തുദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ കാറ് ഞാൻ സർവീസിന് കൊടുത്തിരിക്കുകയാണ്. തനിക്ക് വേണ്ടി ഇപ്പോൾ ചെന്നത് മേടിച്ചു കൊണ്ടുവരാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല. മാത്രമല്ല, താൻ ഇതിനു മുമ്പും എൻ്റെ പിറകിൽ ഇരുന്നിട്ടുള്ളതല്ലേ? ആരാ എന്താ എന്നൊന്നും ചോദിക്കാതെ ഇടിച്ചു കയറി വന്നിരുന്നല്ലോ അന്ന് എൻ്റെ കൂടെ. ഇപ്പം എന്താ ആ ധൈര്യമൊക്കെ ചോർന്നു പോയോ തനിക്ക്? അതല്ല സാർ. അശ്വതി, വെറുതെ ഇങ്ങനെ സംസാരിച്ച് നിന്ന് സമയം കളയാതെ താൻ വേഗം വണ്ടിയിൽ കയറാൻ നോക്ക്. എനിക്ക് വേറെയും ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. വേഗം. മുഖത്തെ ഗൗരവത്തിന് പുറമെ അവൻ്റെ സ്വരത്തിലും അല്പം ഗൗരവം കലർന്നതോടെ പിന്നീടൊന്നും പറയാൻ അശ്വതിയും ശ്രമിച്ചില്ല. അനുസരണയോടെ അവൻ്റെ ബൈക്കിന് പിറകിൽ അവൾ ഇരുന്നു. അവനിൽ നിന്നും അല്പം അകലം പാലിച്ചുകൊണ്ട് അവൾ ഇരിപ്പുറപ്പിച്ചപ്പോൾ തൻ്റെ വലതു മിററിലൂടെ തെളിഞ്ഞ അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. മുഖം വീർപ്പിച്ചുകൊണ്ടുള്ള അവളുടെ ആ ഭാവത്തെ ആസ്വദിച്ചുകൊണ്ട് അവൻ നേരിയൊരു പുഞ്ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു നിർത്തി. അതിനുശേഷം പതിയെ ബൈക്ക് അവിടെ നിന്നും നീങ്ങി തുടങ്ങി. അശ്വതിയെ പിറകിലിരുത്തിക്കൊണ്ടുള്ള ആ യാത്ര അവൻ അറിയാതെ ആസ്വദിച്ചു പോവുകയായിരുന്നു. തൻ്റെ പിറകിൽ അവൾ ആദ്യമായി അല്ല ഇരിക്കുന്നത്. എങ്കിലും ഈ യാത്ര എന്തോ അവൻ്റെ മനസ്സിലേക്കും അറിയാതെ ഒരു ആശ്വാസം കടന്നു വരുന്നത് പോലൊരു തോന്നൽ അവനിൽ ഉണ്ടാവുകയായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്നൊരു വണ്ടി അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നിലേക്ക് കയറാൻ ശ്രമിച്ചത്. അപ്രതീക്ഷിതമായ ആ ഇൻസിഡന്റ് കാരണം സിദ്ധു പെട്ടെന്ന് വണ്ടിയുടെ ബ്രേക്കിൽ പിടിച്ചു നിർത്തിയതും പിടുത്തം വിട്ട അശ്വതി പേടിയോടെ അവനെ ചുറ്റിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു. ബ്രേക്ക് പിടിച്ച് വണ്ടി പെട്ടെന്ന് നിന്നുപോയപ്പോൾ അശ്വതിയുടെ കൈ തൻ്റെ അരയിൽ ചുറ്റി പിടിച്ചിരിക്കുന്നതാണ് അവനും കണ്ടത്. അത് തിരിച്ചറിഞ്ഞെന്ന പോലെ അശ്വതി പെട്ടെന്ന് തൻ്റെ കൈ പിറകിലേക്ക് വലിക്കുകയും ചെയ്തു. ഒരു ചമ്മലോടെ അവൾ വണ്ടിയിൽ നിന്നിറങ്ങി പതിയെ മുന്നോട്ട് നടന്നു. അശ്വതിക്ക് പിറകെ സിദ്ധാർത്ഥും വണ്ടി ഓഫ് ചെയ്ത് അതിൽ നിന്നും ഇറങ്ങി. അതിനുശേഷം അവളുടെ അടുത്തേക്ക് അവനും നടന്നു. മുന്നിൽ പരന്നു കിടക്കുന്ന വിജനമായ പ്രദേശത്തേക്ക് നോക്കി മുഖം തിരിച്ചു നിൽക്കുന്ന അശ്വതിയെ അവൻ പിറകിൽ നിന്നും വിളിച്ചു. അശ്വതി. ഗൗരവമെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ടാണ് അവൻ പതിഞ്ഞ സ്വരത്തോടെ അവളെ ഒന്ന് വിളിച്ചത്. അവളുടെ മൗനം കലർന്ന ആ നിൽപ്പ് തുടരുന്നത് കണ്ടപ്പോൾ അവൻ വീണ്ടും ഒന്ന് വിളിച്ചു. അശ്വതി. അവൾ കണ്ണുകളിൽ ഈറൻ അണിയിച്ചുകൊണ്ട് മെല്ലെയൊന്ന് തിരിഞ്ഞു നോക്കി. താൻ എന്താടോ, കരയണോ? അതിനു മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? കണ്ണുകളിൽ ഉത്കണ്ഠ നിറച്ചുകൊണ്ടവൻ ചോദിച്ചു. വേണ്ട സാർ, ഇതൊന്നും ശരിയാവില്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്നൊന്നും മാറി നിൽക്കാനോ കണ്ടില്ലെന്ന് നടിക്കാനോ എനിക്ക് കഴിയില്ല സാർ. അശ്വതി, താനിത് എന്തൊക്കെയാടേ ഈ പറയുന്നത്? അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി. അച്ഛനെ കണ്ട ഒരു ഓർമ്മ പോലും എനിക്കില്ല സാർ. അമ്മയുടെ അധ്വാനവും കഷ്ടപ്പാടും കണ്ടാണ് ഞാൻ വളർന്നത്. ഇരിക്കുന്ന വീടും സ്ഥലവുമെല്ലാം പണയത്തിന് വെച്ചാണ് എൻ്റെ ചേച്ചിയുടെ വിവാഹം അമ്മ നടത്തിയത്. എന്നാൽ വിവാഹത്തിന് ശേഷം ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ കാരണം ആ ബന്ധം അധിക നാളൊന്നും നീണ്ടുപോയതുമില്ല. കേസും വഴക്കുമെല്ലാം മറ്റൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് എൻ്റെ അനിയൻകുട്ടനാ. പഠിച്ച് ഒരു ജോലിയിൽ കയറുന്നത് വരെ അവൻ്റെ കാര്യങ്ങൾക്കും ഒരു കുറവ് വരുത്തരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ എൻ്റെ ജീവിതത്തിനോ സ്വപ്നങ്ങൾക്കോ ഒന്നും ഞാൻ യാതൊരു പ്രാധാന്യവും നൽകിയിട്ടില്ല സാർ. ഈ സാഹചര്യങ്ങൾക്കിടയിൽ എപ്പോഴോ അറിയാതെ ഞാൻ മാളൂട്ടിയുമായി അടുത്തുപോയി. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു പോവുകയും ചെയ്തു. സാർ എന്നോട് ചോദിച്ചില്ലേ സാറിനെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമാണോ എന്ന്? ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? എന്നെ എൻ്റെ വഴിക്ക് വിട്ടൂടെ സാർ? കലങ്ങിയ കണ്ണുകളിൽ നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്കൊരു ഉത്തരത്തിനായി നോക്കി നിൽക്കുമ്പോൾ ആ മുഖത്തെ തൻ്റെ കൈക്കൊമ്പിലേക്ക് ചേർത്ത് പിടിച്ചവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്താനായി ശ്രമിക്കുകയായിരുന്നു അന്നേരം.
അവളുടെ മുഖത്തെ തിളങ്ങിയ ആ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ ഒരു നിമിഷം അവൻ നോക്കി നിന്നുപോയി.